ഹലോ കൂട്ടുകാരെ, കമൻസിൽ വന്ന ഡൗട്ട്സിൻ്റെ ആൻസേഴ്സ് തരാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഡി എം എന്തുകൊണ്ടാണ് ബബിൾ ഫേസിൽ എക്സ്പ്രസീവ് ആവുന്നത്? അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഇതൊരു എനർജറ്റിക് കണക്ഷൻ ആണെന്ന് നമ്മളൊക്കെയും മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡി എം മാത്രമല്ല, ഡി എഫും ബബിൾ ഫേസിൽ വളരെയധികം ഓപ്പൺലി, അതായത് ഒരു അൺകണ്ടീഷണലി ആ ഒരു ലവിനെ റിസീവ് ചെയ്യുന്ന ഒരു സ്റ്റേജിലായിരിക്കും. അതായത് രണ്ട് ബോഡീസിലുള്ള ആ ഒരു സോളും അതിൻ്റെ മീനിങ് അവിടെ ഒരു എനർജിയുടെ ഒരു റെക്കഗ്നൈസേഷൻ നടക്കുകയാണ്. അതായത് സോൾ റെക്കഗ്നൈസേഷൻ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ചക്ര, അത്രയും നാല് ക്ലോസ്ഡ് ആയിട്ടുള്ള ഹാർട്ട് ചക്ര, രണ്ട് ബോഡീസിലുള്ള ഒരു സോളിൻ്റെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുകയാണ് എക്സ്ട്രീം ലെവലിൽ. അതായത് ഒരു ഓവർ ഗിവിങ്ങിൻ്റെ എനർജിയിലായിരിക്കും ഡി എഫും ഓവർ റിസീവിങ്ങിൻ്റെ എനർജിയിലായിരിക്കും ഡി എമ്മും. അല്ലെങ്കിൽ രണ്ടുപേരും അറിഞ്ഞോ അറിയാതെയോ ഒരേ വേവ് ലെങ്തിൽ വന്നിട്ട് ആ ഒരു എനർജീനെ ഗിവ് ആൻഡ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ ഹീൽഡ് അല്ലാത്തത് കൊണ്ട്, രണ്ടുപേരും ഹീൽഡ് അല്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഡി എമ്മിന്, അതായത് മസ്കുലൈൻ എനർജിക്ക്, അല്ലെങ്കിൽ ലോജിക്കലി ആലോചിക്കുന്ന ആ ഒരു എനർജിക്ക്, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു എനർജിക്ക് ഫിയേഴ്സ് സർഫേസിൽ വരാൻ തുടങ്ങും, ഇൻസെക്യൂരിറ്റീസ് സർഫേസിൽ വരാൻ തുടങ്ങും. അതേപോലെ തന്നെ അവർ എത്രത്തോളം ആ ഹാർട്ട് ചക്രയെ ഓപ്പൺ ചെയ്തോ അതേപോലെ തന്നെ ഈ ഒരു ഫിയേഴ്സ് വരുമ്പോഴത്തേക്ക് അവർ ലവിനേക്കാളും റെസ്പോൺസിബിലിറ്റീസിനെ കൂടുതൽ ചൂസ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു എക്സ്പ്രസീവ്നെസ്സിനെ അല്ലെങ്കിൽ അവരെ ആ ത്രോട്ട് ചക്രയെ അടക്കം അവർ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ആ ഒരു എനർജീനെ ഡി എഫ് എപ്പോഴാണോ ഹീൽ ചെയ്യുന്നത്, അതായത് സ്വയം ഹീൽ ചെയ്തുകൊണ്ട് ചക്രാസിനെയൊക്കെ അലൈൻ ചെയ്തുകൊണ്ട് വരുന്നത്, ആ സമയത്ത് പിന്നെയും ആ ഒരു ബാലൻസ്, ആ ഒരു എനർജിയുടെ ബാലൻസ് അവരുടെ കൗണ്ടർ പാർട്ടായ അവരുടെ ഡി എമ്മിലും കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റോർട്ടഡ് എനർജിയിലുള്ള ഒരു ഡി എഫ് ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എത്ര നാളെടുക്കും സ്റ്റേബിൾ ആവാനായിട്ട്, ചേസിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആൻഡ് ബാലൻസ് ആവാനായിട്ട് എന്നായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് എൻറ്റയർലി സോൾ ലെവലിലാണ്. നിങ്ങൾ മൈൻഡും കൊണ്ട് എത്രത്തോളം ഇവിടേക്ക് എനർജി കൊടുക്കുന്നു, അതായത് മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് എത്രത്തോളം ഈ ജേർണീനെ, ട്വിൻ ഫ്ലെയിം ജേർണീനെ എടുക്കുന്നോ അത്രത്തോളം നമ്മളിൽ ബ്ലോക്സ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് മൈൻഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ സോളിനൊരു ടൈം ലൈൻ ഇല്ല. അതായത് ഈ ടൈം എന്ന് പറയുന്നത് ബോഡി ആൻഡ് മൈൻഡിൻ്റെ ആ ഒരു ലെവലിൽ മാത്രമാണ്. നമ്മൾ സോളിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ നമ്മളിവിടെ എത്ര ടൈം എടുക്കുമെന്ന് പറയുമ്പോൾ എഗെയിൻ അത് മൈൻഡ് ഓറിയൻറ്റഡായി, ഈഗോ സെൽഫായി നമ്മളുടെ, അല്ലേ. രണ്ടാമത്തേത് വന്നിട്ട് നമ്മൾ ഇതിനൊരു ഫ്രെയിം വർക്ക് പറയാൻ ഒരിക്കലും പറ്റത്തില്ല ഒരു ജേർണിക്കും. കാരണം ഓരോ ജേർണിയും യൂണീക്കായിരിക്കും അവരുടെ കർമ്മയുടെ അനുസരിച്ച്. എത്രത്തോളം കർമ്മ ബാഗേജ് ഉണ്ടോ, എത്രത്തോളം സെയിം ലൂപ്സ്, കാരണം എത്രയോ ട്വിൻ ഫ്ലെയിംസ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടും പിന്നെയും ഇടയ്ക്കൊരു ഗ്യാപ്പ് വരാറുണ്ട്. കാരണം എഗെയിൻ ആ ഒരു കാർമിക് ട്രേറ്റ്സിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ഗോ ത്രൂ ആവേണ്ട കൊണ്ടാണ് ഡിവൈനായിട്ട് ആ ഒരു ഇന്നർ വർക്കിന് പോലും ഒരു പോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര സമയം എടുക്കും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റത്തില്ല. വർക്ക് ചെയ്ത ആ ഒരു പാറ്റേൺസിനെ നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഓരോ ലെയേഴ്സ് ഓഫ് കർമ്മയെ നമ്മൾ റിലീസ് ചെയ്തുകൊണ്ട് പോയി ആ ഒരു ഡിവൈൻ എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ലൈറ്റിലേക്ക് നമ്മൾ അലൈൻ ആവുകയാണ് ചെയ്യുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നത് ഫാദർ വൂണ്ട് ഹൗ ടു ഹീൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. ഫാദർ വൂണ്ടിൻ്റെ മെഡിറ്റേഷൻ ചെയ്യാമോ, ഈ ഒരു ക്വസ്റ്റ്യനും കണ്ടിരുന്നു. ഫാദർ വൂണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതെങ്ങനെ ഹീൽ ആവണമെന്നും ഓൾറെഡി രണ്ട് വീഡിയോസ് ഓൾറെഡി വളരെ ക്ലിയറായിട്ട് ഇട്ടിട്ടുണ്ട്. വളരെ റീസെൻ്റായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക.
അടുത്തതായിട്ട് ഫാദർ വൂണ്ട് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ലൈഫിൽ അവേക്കനിങ്ങിൽ വരുന്നതിന് മുമ്പ് ഈ ജന്മത്തിലെ കാര്യം എടുക്കുക. നമ്മൾ പാസ്റ്റ് ലൈഫിൻ്റെ സെക്കൻഡറിയാണ്, കാരണം അത് നമുക്ക് ഓർമ്മ കാണില്ല. എപ്പോഴെങ്കിലും നമ്മളുടെ ഡ്രീംസിലൊക്കെ ഓരോ ഫ്ലാഷസ് ആയിട്ട് നമുക്ക് വന്നാൽ പോലും അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മളുടെ അവേക്കനിങ്ങിൻ്റെ ഒരു ബാലൻസ്ഡ് സ്റ്റേജിലെത്തുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഈ കണ്ട കാര്യത്തിൻ്റെ റീസൺ ഇതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ജന്മത്തിലെ കാര്യം തന്നെ എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ഉള്ള മെയിൽ ഫിഗേഴ്സ്, അതിപ്പോൾ അച്ഛനാവാം, ബ്രദറാവാം, കസിൻ ബ്രദേഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടാവാം, വളരെ അടുത്ത ഫ്രണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ലവേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വന്ന കാർമിക് കോൺട്രാക്റ്റ് ആവാം. ഇതിൽ അവർക്കെയും നമുക്ക് തരുന്ന പലതരത്തിലുള്ള ട്രോമാസ് കാണും. ലെസൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അവർ മേ ബി കൺട്രോളിങ് ആയിരിക്കും, മേ ബി ഒരു പലതരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇറസ്പോൺസിബിൾ ആയിരിക്കാം. നമ്മളൊക്കെയും കേട്ട് പറഞ്ഞ് പഠിച്ചു വന്നിരിക്കുന്ന ഒരു മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി തരേണ്ട ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസി നമുക്ക് തന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാക്ടിക്കലായിട്ട് 3D ലൈഫിൽ നമ്മൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്. ആ ഒരു ഇമോഷണൽ ബാഗേജിനെ ഹീൽ ചെയ്യുക ആദ്യത്തെ കാര്യം. അതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ഹീൽ ചെയ്യുമ്പം അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇതൊക്കെ അവിടെ നമ്മളൊക്കെയും ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. മേ ബി എൻ്റെ അച്ഛൻ എന്നെ എൻ്റെ ഡിസിഷൻസിനെ വാല്യൂ ചെയ്തില്ല എന്നുള്ള ഒരു ചെറിയ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അച്ഛനെ എടുത്ത ഡിസിഷൻസ് തെറ്റാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. ഇത് രണ്ടും വിക്ടിം മെൻറ്റാലിറ്റിയാണ്. നിങ്ങളുടെ ലൈഫിൽ നടന്ന ഓരോ കാര്യങ്ങളും ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. അത് അച്ഛൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താലും ഇല്ലെങ്കിലും അത് അങ്ങനെ വരേണ്ടതായിരുന്നു ഫോർ ദ ഹയസ്റ്റ് ഗുഡ്. ആരുടെ? നമ്മളുടെ അവേക്കനിങ്ങിന് വരുന്നതിന് മുമ്പ് നമ്മൾ ആ കർമ്മയെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ആ കാര്യങ്ങളിലൂടെ ഗോ ത്രൂ ആവേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നമ്മളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് ഈവൻ വളരെ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസോ ഡിസിഷൻസോ ഒക്കെ ആണെങ്കിൽ പോലും അത് ആ സമയത്തെ ശരികളായിരുന്നു എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് അവിടെ. അപ്പോൾ തിരിച്ച് അവിടെ പോയിട്ട് നമ്മളിത് തെറ്റായിരുന്നു, അതായത് 10 വർഷം മുമ്പ് എടുത്ത ഒരു ഡിസിഷൻ മേ ബി ആ ഒരു സമയത്തെ മേ ബി നമ്മൾ പ്രഷറിൽ എടുത്താണെങ്കിൽ പോലും അത് ശരിയായിരുന്നു, നമ്മളുടെ കാർമിക് കോൺട്രാക്ട്സ് ക്ലിയർ ചെയ്യാനെന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പം തന്നെ അവിടെ ഹീലിംഗ് സ്റ്റാർട്ട് ആവുകയാണ്. എന്നിട്ട് ആ ഓരോ ലോവർ സെൽഫിലും നമ്മൾ കണക്റ്റ് ആകുമ്പോൾ അവിടെ ഹീലിംഗ് കൊടുത്ത് നമ്മളിലേക്ക് മേർജ് ചെയ്യാൻ പറ്റും. ആൻഡ് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോഡിപ്പെൻഡൻസി വരുന്നത്, അതായത് DMൻ്റെ ഭാഗത്തേക്ക് കോഡിപ്പെൻഡൻസിയും അറ്റാച്ച്മെൻറ്റും വരുന്നത് നമുക്ക് നമ്മളുടെ ലൈഫിൽ കിട്ടാത്ത ആ ഒരു മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും, ഒബ്സേസ്ഡ് ആയിരിക്കും, ചേസിങ് എനർജിയിലായിരിക്കും. ഇവിടെ മനസ്സിലാക്കുക, നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ മസ്കുലൈൻ ആണ് നമ്മൾക്ക് ഇവിടെ പ്രൊവൈഡർ ആവേണ്ടത്. ആദ്യം എഗെയിൻ പറയുകയാണ്, നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ മസ്കുലൈൻ അതെങ്ങനെയാണ്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ DMലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കുന്നു അതൊക്കെ ഈ ഫാദർ വൂൺസിൻ്റെ ഒരു ഭാഗമായിരിക്കാം നമുക്ക്. അപ്പോൾ മേ ബി ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല നമ്മളുടെ ലൈഫിലെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ ഇന്നർ മസ്കുലൈൻ്റെ ആ ഒരു ക്യാപ്പബിലിറ്റിയിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെ പതിയെ പ്രാക്ടിക്കലി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പം ഫാദർ വൂൺസ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഫാദർ വൂൺസിലൂടെ നമ്മുടെ ഇന്നർ മസ്കുലൈനെയും പിന്നെ അവേക്കനിങ് വരുമ്പോൾ അറിയാം കുറേ വർഷങ്ങൾ നമ്മുടെ ലൈഫിൽ ഒന്നും മനസ്സിലാവത്തില്ല, കുറേ കാര്യങ്ങൾ മെസ്സി ആയിട്ട് നമുക്ക് തോന്നും. 3D പെർട്ടിക്കുലർലി 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പിന്നെയും റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, റീബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. അപ്പോൾ ഈ ഒരു റീകൺസ്ട്രക്ഷൻ്റെ ഫേസിൽ പലപ്പോഴും ഒരു പോസിൻ്റെ എനർജി വരാം, ഡിലേഡ് എനർജി വരാം, നമുക്ക് ലേസിനെസ് ഒക്കെ തോന്നാം. ഇവിടെയൊക്കെയും ചെറിയ കാര്യങ്ങൾ, ഏതൊക്കെ നമ്മുടെ കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നു അതൊക്കെയും പതിയെ ചെറിയ സ്റ്റെപ്സ് എടുത്ത് അത് പിന്നെയും
ഒത്തിരി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ആ ഒരു മസ്കുലൈൻ എനർജി ഒരു ഹൈപ്പിൽ പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറലി ആ ഒരു എനർജീനെ ഫ്ലോ ആക്കിക്കൊണ്ട് പതിയെ പതിയെ ആ ഒരു ഗോൾസിനെയൊക്കെ മീറ്റ് ചെയ്തുകൊണ്ട് പതിയെ പോവുക. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫാദർ വുൺസിനെ ഹീൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നർ മസ്കുലൈനെ ഹീൽ ചെയ്യുന്നത്. ഇനിയൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നത് കമൻസിൽ തേർഡ് പാർട്ടി ഇല്ലാതാകുമോ എന്നുള്ളതാണ്. മേ ബി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊക്കെയും വളരെ നെഗറ്റീവായിട്ട് തോന്നാം. അത് കുഴപ്പമില്ല. ഇനീഷ്യൽ ഡേയ്സിൽ ഈ ഒരു ജേർണിയിൽ വരുമ്പം വളരെ ഇനീഷ്യൽ ഡേയ്സിൽ നിൽക്കുമ്പോൾ നമ്മൾക്കൊക്കെ ഉള്ള ഒരു ഡൗട്ടായിരിക്കാം ഇത്. പക്ഷേ മുമ്പോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും തേർഡ് പാർട്ടിയുടെ ഇമ്പോർട്ടൻസ് ഈ ഒരു ജേർണിയിൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ആളോട് പറയുകയാണ്, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ഷാഡോ സെൽഫിനെയും അവർ എടുത്ത് കാണിക്കുകയും ചെയ്യും. നമ്മുടെ കാർമിക് ലെസൻസ് നമ്മളുടെ DMലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന് നമ്മളുടെ കർമ്മയെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ തേർഡ് പാർട്ടി തന്നെയാണ്. അപ്പം ഇല്ലാതാകുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എല്ലാ സോൾസിൻ്റെയും ഹയ്യസ്റ്റ് ഗുഡിനായിട്ടുള്ള കാര്യമായിരിക്കാം നമ്മൾ ഹീൽഡായി കഴിയുമ്പം യൂണിവേഴ്സായിട്ട് അവിടെ പ്രവർത്തിച്ച് ചെയ്യുന്നത്. അപ്പം അവരെയും ഒരു സോളായിട്ട് കാണുക, ബ്ലെസ്സിങ്സ് സെൻഡ് ചെയ്യുക, വളരെ പോസിറ്റീവായിട്ട് ബ്ലെസ്സിങ്സ് സെൻഡ് ചെയ്യുക. ആ ഒരാളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആ ഒരു സോളിനെ കുറിച്ച് ഓർക്കുമ്പം നമുക്ക് വരുന്ന എല്ലാ ഷാഡോ സെൽഫും എഴുതിയിട്ട് ഹീൽ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ആദ്യം നമ്മൾ കമ്പയർ ചെയ്യും, കാണാൻ കൊള്ളാം, കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ ബെറ്ററാണ്, എന്തുകൊണ്ട് എൻ്റെ DM എന്നെ ചൂസ് ചെയ്യുന്നില്ല, ഇങ്ങനെ വരുന്ന എന്തൊക്കെ തോട്ട്സ് ഉണ്ടോ ആ ഒരു തോട്ട് പാറ്റേണെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെയൊക്കെയും ലെറ്റ് ഗോ ചെയ്യുക, ഹീൽ ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങളും നിങ്ങളുടെ DMും ഒരു എനർജിയാണ്. നിങ്ങളുടെ DMിൻ്റെ കൂടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ കാർമിക് കോൺട്രാക്റ്റ് തീരുന്നോടം വരെ, സോൾ കോൺട്രാക്റ്റ് തീരുന്നോടം വരെ ആ ഒരു കണക്ഷൻ അവിടെ കാണും. നമ്മൾ ബീയിങ് എ DF നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച് ആവുക, പർപ്പസിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ പേർപ്പസിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ അത്രയും ഹീൽഡ് ആയിരിക്കണം. സോ ഈ ചോദ്യം ചോദിച്ച ആളോട് ജസ്റ്റ് സെൽഫ് ഹീലിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും ചൂസ് ചെയ്യുന്നത്, അതായത് സെൽഫായിട്ടൊരു സ്റ്റാൻഡ് എടുത്ത് സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റായി സെൽഫായിട്ട് എല്ലാ തൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് സ്വയം ഏറ്റെടുത്തുകൊണ്ട് അത്രയും ഒരു എനർജിയിൽ, ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് വരുമ്പോൾ DMനും വേറെ ചോയ്സ് കാണില്ല. കാരണം ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ കമ്പൈൻഡായിട്ടൊരു പർപ്പസ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ജേർണിയാണ്. പക്ഷേ ഇവിടെ DF എല്ലാ സ്റ്റേജസിലും എല്ലാ പാറ്റേൺസിലും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ ജേർണി ക്ഷമയുടേതാണ്. പേഷ്യൻസ്, സറണ്ടർ എല്ലായ്പ്പോഴും ചെയ്യണം. ഔട്ട്കം എന്താണെന്ന് ആലോചിക്കരുത്. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സെൽഫ് ഗ്രോത്തിനായിട്ട് എപ്പോഴാണോ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നാച്ചുറലി യൂണിവേഴ്സായിട്ട് ആ ഒരു ജേർണിയിൽ നടക്കേണ്ട കാര്യങ്ങൾ അതാത് സമയത്തിൽ ഡിവൈൻ ടൈമിങ്ങിൽ നടത്തിക്കൊണ്ട് മുമ്പോട്ട് വരും. ഈ ഒരു ട്രസ്റ്റ് വെച്ചുകൊണ്ട് ഹീലിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമായിരുന്നു ക്വസ്റ്റ്യൻസ്. ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സെഷൻസ് എടുക്കുന്നതല്ല. അതായത് ഇന്ന് ഞാൻ പേ ചെയ്യാം, ഇന്ന് തന്നെ എനിക്ക് സെഷൻ എടുക്കുമോ എന്നുള്ളവരോട് അങ്ങനെ ഞാൻ അവൈലബിൾ ആയിരിക്കില്ല. കാരണം കുറച്ച് ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു വർക്ക് പാറ്റേണിലായിരിക്കും ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ സോ സോറി, ആ ഒരു സമയത്ത് ഞാൻ അർജൻറ്റായിട്ട് അവൈലബിൾ ആയിരിക്കില്ല. അതേപോലെ തന്നെ ടാരോ കാർഡ്സ് റീഡിങ് ആവശ്യമുള്ളവർ ബന്ധപ്പെടാവുന്നതാണ്. അതും ഒരു 3 to 4 ഡേയ്സ് ടൈമിലായിരിക്കാം റീഡിങ്സ് എടുത്ത് തരുന്നത്. പിന്നെ ഇനിയൊരു റിക്വസ്റ്റ് ഉള്ളത്, എനിക്ക് കണ്ടിന്യൂസ്ലി ആ ഒരു നമ്പറിലേക്ക് ഒത്തിരി മെസ്സേജസ്, നിങ്ങളുടെ ലൈഫ് സ്റ്റോറീസ് അയക്കരുത്. ആൻഡ് കണ്ടിന്യൂസ്ലി കോൾസും വരുന്നുണ്ട്. ഓൺലി പെയ്ഡ് സെഷൻസ് മാത്രം, ദാറ്റ് ടു വാട്സപ്പ് ത്രൂ ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. അതായത് പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഹാഫ് ആൻ അവറോ 1 hour നിങ്ങൾ എടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ കോളിൽ ഞാൻ അവൈലബിൾ ആയിട്ട് കാണത്തുള്ളൂ.
താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമ ശിവായ.